നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ജാവാസ്ക്രിപ്റ്റ്, ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓഫ് HTML ആൻഡ് ദ വെബ്. വൈ സ്റ്റഡി ജാവാസ്ക്രിപ്റ്റ്? എന്തിനാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്നത്? ജാവാസ്ക്രിപ്റ്റ് ഈസ് വൺ ഓഫ് ദ 3 ലാംഗ്വേജസ് ആൾ വെബ് ഡെവലപ്പേഴ്സ് മസ്റ്റ് ലേൺ. നമ്മൾ വെബ് ഡെവലപ്പേഴ്സ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട 3 ലാംഗ്വേജിൻ്റെ കൂട്ടത്തിൽ ഒന്നാണ് എന്തെന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ്. HTML നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ കണ്ടൻറ് ഓഫ് ദ വെബ് പേജ്. എന്താണ് വെബ് പേജ് കാണിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? HTML ഉപയോഗിക്കുന്നത്. CSS ടു സ്പെസിഫൈ ദ ലേഔട്ട് ഓഫ് ദ വെബ്. വെബ് ഏത് രീതിയിലാണ് വെബ് പേജസ് കാണിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടി ആണ് എന്തുപയോഗിക്കുന്നത്? CSS ഉപയോഗിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് ടു പ്രോഗ്രാം ദ ബിഹേവിയർ ഓഫ് വെബ് പേജസ്. വെബ് പേജിൽ ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇത് പ്രവർത്തിക്കേണ്ടത്, ഒരു ടാസ്ക് എങ്ങനെ നിർവഹിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ? ജാവാസ്ക്രിപ്റ്റ് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. സ്ക്രിപ്റ്റ് ടാഗാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ആദ്യമേ പഠിക്കണം. HTML പേജിൽ ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ എന്തിൻ്റെ ഹെൽപ്പ് വേണം? സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഹെൽപ്പ് വേണം. ഇൻ HTML, JavaScript code is inserted between the starting script tag and ending script tag. അന്നേരം എന്ത് ജാവാസ്ക്രിപ്റ്റ് കോഡായാലും അത് HTML പേജിൽ ആഡ് ചെയ്യുന്നത് ഇതിനുള്ളിലായിരിക്കണം? സ്റ്റാർട്ടിംഗ് സ്ക്രിപ്റ്റിനും എൻഡിങ് സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഇടയിൽ ആയിരിക്കണം. ജാവാസ്ക്രിപ്റ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ദ ബോഡി ഓർ ഹെഡ്. എവിടെ വേണമെങ്കിലും, ബോഡി പാർട്ടിലും ഹെഡ് പാർട്ടിലും നമുക്ക് എന്തെഴുതാം? ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാം. ജാവാസ്ക്രിപ്റ്റ് ക്യാൻ ചേഞ്ച് HTML ആട്രിബ്യൂട്ട് വാല്യൂസ്. HTMLൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂസ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് മാറ്റാൻ സാധിക്കും. അതിനൊക്കെ ഉപയോഗിക്കുന്ന 2 മെത്തേഡ്സ് ആണ്. ഗെറ്റ് എലമെൻറ്റ് ബൈ ID മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ആൻ HTML എലമെൻറ്റ് വിത്ത് ആൻ ID. HTML എലമെൻറ്റ്സിനെ കണ്ടുപിടിച്ചിട്ട് അതിനായിട്ടാണല്ലോ നമുക്ക് എന്തെങ്കിലും സ്ക്രിപ്റ്റിംഗ് വഴി മാറ്റങ്ങൾക്ക് വരുത്തേണ്ടത്. അത് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് മെത്തേഡിൻ്റെ ഹെൽപ്പ് ഉപയോഗിക്കും? ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഹെൽപ്പ് സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് HTML എലമെൻറ്റ് നിർബന്ധമായി എന്തുണ്ടായിരിക്കണം? ഒരു ID ഉണ്ടായിരിക്കണം. ഇനി ഇന്നർ HTML ചേഞ്ചസ് ദ എലമെൻറ്റ് കണ്ടൻറ്റ്. HTML എലമെൻറ്റിൻ്റെ കണ്ടൻറ്റിന് മാറ്റം വരുത്താൻ വേണ്ടി എന്തുപയോഗിക്കാം? ഇന്നർ HTML ഉപയോഗിക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കാം. ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID വിത്തിൻ സിംഗിൾ കോട്ടിൽ ഡെമോ. ഡെമോ എന്ന് പറയുന്നതാണ് ID. ഏതെങ്കിലും ഒരു HTML എലമെൻറ്റിൻ്റെ ID ആണ്. ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഹെഡിങ് ആയിരിക്കാം, എന്തിൻ്റെയെങ്കിലും അതിൻ്റെ ഇന്നർ HTML ആയിട്ട്, അതിന് അതിൻ്റെ ഹെഡിങ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്ഷനായിട്ട് എന്ത് വരാൻ പറഞ്ഞേക്കുവാണ്? ഹലോ എന്ന് വരാൻ പറഞ്ഞു. എക്സാമ്പിളായിട്ട് ഡെമോ എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫിൻ്റെ ID ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പാരഗ്രാഫിൻ്റെ കണ്ടൻറ്റ് എന്തായി മാറും? ഹലോ എന്നായി മാറും. ജാവാസ്ക്രിപ്റ്റ് ക്യാൻ ചേഞ്ച് HTML സ്റ്റൈൽസ്. സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ CSS. ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് CSSൻ്റെ സ്റ്റൈല് വേണമെങ്കിലും നമുക്ക് മാറ്റാം. എക്സാമ്പിൾ നോക്കാം. ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഡെമോ ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ഫോണ്ട് സൈസ്.
എത്ര ആക്കി സെറ്റ് ചെയ്തു? 35 പിക്സൽസ് ആക്കി സെറ്റ് ചെയ്തു. അതിൻ്റെ സൈസ്, ഫോണ്ട് സൈസ് 35 px ആക്കി സെറ്റ് ചെയ്തു. ഏതാണ് നമ്മൾ സ്റ്റൈൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ മാറ്റിയത്. അത് CSS പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ഔട്ട്പുട്ട്. എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഒരു ഇൻഫർമേഷൻ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കാം അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. റൈറ്റിംഗ് ഇൻറ്റു ആൻ HTML എലമെൻറ്റ് യൂസിങ് ഇന്നർ HTML. ജസ്റ്റ് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. ഇന്നർ HTML ഉപയോഗിച്ച് നമുക്ക് ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഇവിടെ കണ്ടില്ലേ 5+6 എന്ന് പറഞ്ഞാൽ 5ഉം 6 കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും ഡെമോ എന്ന് പറയുന്ന ID ഉള്ള HTML എലമെൻറ്റിൽ കാണിക്കുന്നത്. അടുത്തത് റൈറ്റിംഗ് ഇൻറ്റു HTML ഔട്ട്പുട്ട് യൂസിങ് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ്. ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ HTML വെബ് പേജിൽ നമ്മൾ നേരിട്ട് റൈറ്റ് ചെയ്യുകയാണ്. കണ്ടില്ലേ, ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് 5+6 എന്ന് പറഞ്ഞാൽ 11 ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ഹലോ എന്നാണ് സിംഗിൾ കോട്ടിലോ പറയുന്നതെങ്കിൽ ഹലോ എന്ന് കാണിക്കും. സ്ട്രിംഗ് കോൺസ്റ്റൻസ് ജാവാസ്ക്രിപ്റ്റിൽ സിംഗിൾ കോട്ട്സിൽ ഉപയോഗിക്കാം, ഡബിൾ കോട്ട്സിൽ ഉപയോഗിക്കാം. റൈറ്റിംഗ് ഇൻറ്റു ആൻ അലേർട്ട് ബോക്സ് യൂസിങ് വിൻഡോ അലേർട്ട്. അലേർട്ട് ബോക്സ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. അതിനും അലേർട്ട് ബോക്സ് ഉപയോഗിച്ചും ഫംഗ്ഷൻ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം? ജാവാസ്ക്രിപ്റ്റ് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് റൈറ്റിംഗ് ഇൻ എ ബ്രൗസർ കൺസോൾ യൂസിങ് കൺസോൾ ഡോട്ട് ലോഗ്. എക്സാമ്പിൾ നോക്കുക, കൺസോൾ ഡോട്ട് ലോഗ് 5+6. ഇത് നോർമലി പ്രോഗ്രാംസ് ഒക്കെ ഡീബഗ് ചെയ്യുക അല്ലെ കറക്റ്റ് ചെയ്യാൻ സമയത്തൊക്കെ ടെമ്പററി ആയിട്ട് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയാണ് സാധാരണഗതിയിൽ ഈ കൺസോൾ ഡോട്ട് ലോഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, വിവിധങ്ങളായ രീതിയിൽ ഔട്ട്പുട്ട് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, JavaScript statements are composed of values, operators, expressions, keywords and comments. ചില സമയങ്ങളിൽ വാല്യൂസ് ആയിരിക്കാം, ചിലപ്പോൾ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കാം, വിവിധങ്ങളായ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവാം, എക്സ്പ്രഷൻസ്, ഓപ്പറേറ്റേഴ്സും വാല്യൂസും ഒക്കെ ചേർന്ന് എക്സ്പ്രഷൻസ് ഉണ്ടാവാം, ചിലപ്പം റിസർവ്ഡ് കീവേഡ്സ് ആയിരിക്കാം. കമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിമാർക്സ് എഴുതുന്ന പോലെ എഴുതുന്നതിനാണ് കമൻസ്. ഇതെല്ലാം കൂടെ ചേർന്നാണ് എന്തെന്ന് പറഞ്ഞ് ചേരുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസ് ആർ കാൾഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇൻസ്ട്രക്ഷൻസ് എന്തിനാണ് നമ്മൾ എഴുതുന്നത്? ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വേണം. എന്നിട്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്തെന്ന് പറയാം? സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടാം. ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം ഈസ് എ ലിസ്റ്റ് ഓഫ് പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്ലിയർ? ഒന്നോ ഒന്നിൽ കൂടുതലോ സ്റ്റേറ്റ്മെൻറ്റ്സുകളുടെ ഒരു കൂട്ടത്തിനെ നമുക്ക് എന്ത് പറയാം? ഒരു ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം എന്ന് പറയാം. സെമികോളൻസ് സെപ്പറേറ്റ് ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സിമ്പലാണ്? സെമികോളൻ സിമ്പലാണ്. നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസുകളിലൊക്കെ എന്തുപയോഗിക്കും? ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കുന്ന പോലെ ഇവിടെ ഉപയോഗിക്കുന്ന സെമികോളനാണ്. എക്സാമ്പിൾ നോക്കാം. x = 5 സെമികോളൻ, അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. y = 6, അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. ഫിക്സഡ് ആൻഡ് വേരിയബിൾ വാല്യൂസ്. വാല്യൂസിനെ രണ്ടായി തരംതിരിക്കാം, ഫിക്സഡും വേരിയബിൾസ്. ഫിക്സഡ് വാല്യൂസ് ആർ കാൾഡ് ലിറ്ററൽസ്. ഒരു പ്രോഗ്രാമിംഗ് സമയത്ത് മാറ്റമുണ്ടാവാതെ കോൺസ്റ്റൻ്റായി നിൽക്കുന്ന വാല്യൂവിനെ നമ്മൾ എന്തെന്ന് പറയും? ലിറ്ററൽസ് എന്ന് പറയും. നമ്പേഴ്സ് ആർ റിട്ടൺ വിത്ത് ഓർ വിത്തൗട്ട് ഡെസിമൽ പോയിൻറ്റ്സ്, അതെല്ലാം ന്യൂമറിക്കൽ ലിറ്ററൽസ് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് 10.50, 1001, ദീസ് ആർ ന്യൂമറൽ ലിറ്ററൽസ് അല്ലെ നമ്പേഴ്സ് ലിറ്ററൽ ടൈപ്പ്. അടുത്ത സ്ട്രിംഗ് ലിറ്ററൽസ്. പുട്ട് ഇറ്റ് ഇൻ ഡബിൾ കോഡ്സ് ഓർ സിംഗിൾ കോഡ്സ്. ഹലോ എന്ന് ഡബിൾ കോട്ടിൽ വേണം എഴുതാം, അല്ലെങ്കിൽ വെൽക്കം എന്ന് എഴുതിയൊക്കെ ശ്രദ്ധിക്കുക, സിംഗിൾ കോട്ടിലാണ്. വേരിയബിൾസ്.
വേരിയബിൾ വാല്യൂസ് ആർ കാൾഡ് വേരിയബിൾസ്. മാറ്റത്തിന് വിധേയമാവാൻ ചാൻസ് ഉള്ള വാല്യൂസിനെ നമ്മൾ എന്തെന്ന് പറയും? വേരിയബിൾസ് എന്ന് പറയും. വേരിയബിൾസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ വാല്യൂസ്. VAR keyword is used to declare a variable. VAR എന്നുള്ള കീവേഡ് ഉപയോഗിച്ചാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ലെറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് വേണമെങ്കിലും വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ശകലം വ്യത്യാസമേ ഉള്ളൂ. ഇപ്പം തൽക്കാലം VAR മനസ്സിലാക്കുക. അടുത്തത്, ആൻഡ് ഈക്വൽ സൈൻ ഈസ് യൂസ്ഡ് ടു അസൈൻ എ വാല്യൂ ടു എ വേരിയബിൾ. താഴത്തെ എക്സാമ്പിൾ നോക്കുക. VAR x ഈസ് എ വേരിയബിൾ. x ഈക്വൽ ടു 6. x എന്നുള്ള വേരിയബിളിലോട്ട് നമ്മൾ എന്ത് അസൈൻ ചെയ്ത് വെച്ചു അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തു? 6 സ്റ്റോർ ചെയ്തു. റൂൾസ് ഫോർ കൺസ്ട്രക്റ്റിംഗ് വേരിയബിൾസ്. വേരിയബിൾസ് ഉണ്ടാക്കാനുള്ള നിയമങ്ങൾ. ഓക്കെ. മസ്റ്റ് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് യുണീക്ക് നെയിംസ്. വേരിയബിൾസിനെ തിരിച്ചറിയുന്ന എപ്പോഴും എന്തായിരിക്കും? യുണീക്ക് ആയിട്ടുള്ള, ഒന്നൊന്നിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പേരുകളായിരിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. നെയിം ക്യാൻ കണ്ടെയ്ൻ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർസ് ആൻഡ് ഡോളർ സൈൻസ്. ലെറ്ററുകൾ, ആൽഫബറ്റ്സ്, ക്യാപിറ്റൽ ലെറ്റർ A to Z സ്മാൾ ലെറ്റർ A to Z ഉണ്ട്. രണ്ടും രണ്ടായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ഡിജിറ്റ്സ്, അണ്ടർസ്കോർ, പിന്നെന്താണ്? ഡോളർ സൈൻ ഉപയോഗിക്കാം. നെയിംസ് മസ്റ്റ് ബിഗിൻ വിത്ത് എ ലെറ്റർ. നോർമലി ബെറ്റർ പ്രാക്ടീസ് ആയിട്ട് നമ്മൾ എന്താണ്? ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് വേരിയബിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെയിംസ് ക്യാൻ ആൾസോ ബിഗിൻസ് വിത്ത് ഡോളർ ആൻഡ് അണ്ടർസ്കോർ. അത് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ കേസ് ലെറ്റർ ഉപയോഗിച്ചാണ് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. നെയിംസ് ആർ കേസ് സെൻസിറ്റീവ്. നെയിംസ് ആർ കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ വൈയും സ്മാൾ ലെറ്റർ വൈയും ഡിഫറൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. റിസർവ്ഡ് വേർഡ്സ് ലൈക്ക് ജാവ കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് നെയിംസ്. ജാവയിൽ ഉപയോഗിക്കുന്ന പ്രീഡിഫൈൻഡ് മീനിങ് ഉള്ള റിസർവ്ഡ് വേർഡ്സ്, എക്സാമ്പിളായിട്ട് VAR എന്ന പേരിൽ നമുക്കൊരു എന്തും ഉണ്ടാക്കാൻ പറ്റത്തില്ല? വേരിയബിൾ നെയിം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ. നെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അതിനകത്ത് ആദ്യം അരത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ടേബിൾ കണ്ടാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓപ്പറേറ്റേഴ്സ് ഒരു സൈഡിലും അതെന്ത് ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷനാണ്. പ്ലസ് അഡീഷൻ, മൈനസ് സബ്സ്ട്രാക്ഷൻ, സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ, സ്റ്റാർ സ്റ്റാർ എക്സ്പൊണൻസേഷൻ എന്ന് പറഞ്ഞാൽ x⁻³ ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ എഴുതും? x**3 എന്ന് എഴുതും. സ്ലാഷ് ഫോർ ഡിവിഷൻ. പെർസെൻറ്റേജ് സിമ്പൽ മോഡുലസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അല്ലെങ്കിൽ സിസ്റ്റം കണ്ടെത്താൻ വേണ്ടി എന്തുപയോഗിക്കും? പെർസെൻറ്റേജ് സിമ്പൽ ഉപയോഗിക്കും. അടുത്തത് പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ. ഒരു വേരിയബിളിൻ്റെ വാല്യൂ 1 വെച്ച് കൂട്ടണമെങ്കിൽ എന്തുപയോഗിക്കും? ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററായ പ്ലസ് പ്ലസ് ഉപയോഗിക്കും. മൈനസ് മൈനസ് എന്തിനുപയോഗിക്കും? ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്നാണ് പേര്. അത് വാരിയബിളിൻ്റെ വാല്യൂ 1 കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും. ദീസ് ആർ അരത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അടുത്ത അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ സെറ്റാണ്. ഏറ്റവും ആദ്യം കാണുന്നത് സിമ്പിൾ അരത്തമെറ്റിക് ഓപ്പറേറ്റർ ഈക്വൽ ടു. എക്സാമ്പിൾ നോക്കുക. x=y. അതിൻ്റെ മീനിങ് അങ്ങനെയാണ്. അടുത്ത പ്ലസ് ഈക്വൽ ടു. പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ x+=y എന്ന് എഴുതിയാൽ എക്സിന് നിലവിലൊരു വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വൈയും കൂടെ കൂട്ടി അതെവിടോട്ട് തന്നെ സ്റ്റോർ ചെയ്യും? എക്സിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യും. അതാണ് x+=y. അതാണ് സെയിം ആസ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് എഴുതിയേക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കി അറിയാം. x=x+y എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? x+=y. ആ രീതിയിൽ നമുക്ക് താഴോട്ടുള്ള എല്ലാം തന്നെ എഴുതാം. എക്സാമ്പിൾ ഏറ്റവും താഴെ നോക്കുക, സ്ലാഷിൻ്റെ ഒരെണ്ണം നോക്കുക. x/y എന്ന് പറഞ്ഞാൽ എക്സിലുള്ള നമ്പറിനെ y കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എക്സിൽ തന്നെ സ്റ്റോർ ചെയ്യും. ഇങ്ങനെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററുടെ സെറ്റ്സ് കുറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്.
കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ആദ്യം നോക്കുക, ഡബിൾ ഈക്വൽ ടു, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 8 റിട്ടേൺസ് ഫാൾസ്. എക്സിൻ്റെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് 8 ആയിരിക്കത്തില്ല. അതുകൊണ്ട് എന്ത് കിട്ടും? ഉത്തരം ഫാൾസ് ആയിരിക്കും. ഏതെങ്കിലും സമയത്ത് എക്സിൻ്റെ വാല്യൂ 8 ആയിരുന്നെങ്കിൽ ഉത്തരം എന്ത് കിട്ടിയേനെ? ട്രൂ എന്ന് കിട്ടിയേനെ. ഇനി 3 ഈക്വൽ ടു സിമ്പൽ, ഈക്വൽ വാല്യൂസ് ആൻഡ് ഈക്വൽ ടൈപ്പ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ഇൻറ്റിജർ ടൈപ്പും ആയിരിക്കണം, അതെന്തുമായിരിക്കണം? 5 ആയിരിക്കുമെങ്കിലേ ട്രൂ റിട്ടേൺ ചെയ്യുള്ളൂ. ഇനി എക്സിൻ്റെ വാല്യൂ ഇൻറ്റിജർ ടൈപ്പുമാണ്, ഡബിൾ കോഡ്സ് ഉള്ള 5 എന്നുള്ള സ്ട്രിങ്ങുമായിട്ടാണ് കമ്പയർ ചെയ്യുന്ന ഉത്തരം എന്ത് കിട്ടിയേനെ? ഫാൾസ് എന്നായിരിക്കും കിട്ടുന്നത്. കാരണം ട്രിപ്പിൾ ഈക്വൽ ടുവിന് വാല്യൂ ഈക്വൽ ആയിരിക്കണം, അതിൻ്റെ ഡേറ്റയുടെ ടൈപ്പും ഈക്വൽ ആയിരിക്കണം. എക്സ്ക്ലമേഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഈക്വൽ ടു. എക്സ്പ്ലനേഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നോട്ട് ഈക്വൽ ആയിരിക്കണം, നോട്ട് ഈക്വൽ ടൈപ്പും ആയിരിക്കണം. അത് കഴിഞ്ഞ് എന്താണ്? ഗ്രേറ്റർ ദാൻ, പിന്നെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത് നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതിനെല്ലാം നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റർ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടും. അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ഒക്കെ മെർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആദ്യം കാണുന്ന 2 ഓപ്പറേറ്റേഴ്സാണ് ആൻഡ് ഓപ്പറേറ്ററും ഓർ ഓപ്പറേറ്ററും. ഡബിൾ ആൻഡ് ഇട്ടാൽ അതിനെ ആൻഡ് എന്ന് പറയും. 2 പൈപ്പ് സിമ്പൽ ഇട്ടാൽ നമ്മൾ എന്ത് പറയും? ഓർ എന്ന് പറയും. ഇവിടെ എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ ആൻഡിൻ്റെ എക്സാമ്പിൾ നോക്കാം. എക്സ് ലെസ് ദാൻ 10 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അവസ്ഥയിൽ എക്സിൻ്റെ വാല്യൂ 10 താഴെ ആയിരിക്കണം, വൈയുടെ വാല്യൂ 1 കൂടുതലുമാണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും? ട്രൂ റിട്ടേൺ ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ 2 കണ്ടീഷൻസ് ഉണ്ട്. 2 കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ ആൻഡിൻ്റെ റിസൾട്ട് ട്രൂ ആവുള്ളൂ. ഇൻ ജനറൽ പറഞ്ഞാൽ ഒരു ആൻഡ് ഓപ്പറേറ്ററിന് കൊടുക്കുന്ന കണ്ടീഷൻസ് എല്ലാം ട്രൂ ആയാൽ മാത്രമേ എന്താവുകയുള്ളൂ? റിസൾട്ട് ട്രൂ ആവുകയുള്ളൂ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫാൾസ് ആയാൽ മൊത്തത്തിലുള്ള റിസൾട്ട് എന്താവും? ഫാൾസ് ആയി മാറും. ഇനി ഓർ എന്ന് പറഞ്ഞ മീനിങ് വെച്ച് തന്നെ അറിയാം. ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുക്കുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ഹോൾ റിസൾട്ട് ട്രൂ ആവും. എല്ലാം ട്രൂ ആയാലും കുഴപ്പമില്ല. പക്ഷേ എല്ലാ കണ്ടീഷനും ഫാൾസ് ആയാൽ എന്ത് സംഭവിക്കും? റിസൾട്ട് ഫാൾസ് ആകും. അടുത്ത എക്സ്ക്ലമേഷൻ എന്ന് പറഞ്ഞ സിമ്പിൾ ഉണ്ട്. അതിനെയാണ് നോട്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നോട്ട് ഓഫ് ട്രൂ ഈസ് ഫാൾസ്, നോട്ട് ഓഫ് ഫാൾസ് ഈസ് ട്രൂ. ഇവിടെ നോക്കുക, നോട്ട് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂം വൈയുടെ വാല്യൂം ഡിഫറൻ്റ് ആയിരുന്നെങ്കിൽ അതിനെ നോട്ട് ചെയ്ത് എന്തായിരുന്നു? ട്രൂ എന്നായിരുന്നു. ഏതെങ്കിലും ഫാൾസ് കണ്ടീഷനെ നമ്മൾ നോട്ട് ചെയ്താൽ അത് ട്രൂ ആവും. ഏതെങ്കിലും ട്രൂ കണ്ടീഷനെ നമ്മൾ നോട്ട് ചെയ്താൽ എന്താവും? ഫാൾസ് ആവും. അടുത്തത് ടെറിനറി ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ. ടെറിനറി ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ എന്ന് പറഞ്ഞാൽ അതിന് 3 ഓപ്പറാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് ബൈനറി ഓപ്പറേറ്റർക്ക് 2 ഓപ്പറാൻസേ ഉള്ളൂ. ഓപ്പറേറ്ററിൻ്റെ അപ്പുറവും ഇപ്പുറവും ഓരോ വേരിയബിൾസോ കോൺസ്റ്റൻസോ ഒക്കെ വരും. ഇവിടെ 3 ഓപ്പറാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ടെറിനറി എന്ന് പേര് വരുന്നത്. വേരിയബിൾ നെയിം ഈക്വൽ ടു കണ്ടീഷൻ 1 ക്വസ്റ്റ്യൻ മാർക്ക് വാല്യൂ 1 വാല്യൂ 2. ഇതാണ് സിൻടാക്സ്. കാരണം ഏതെങ്കിലും സമയത്ത് കണ്ടീഷൻ ട്രൂ ആവുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്താവും? വാല്യൂ 1 ആവും. കണ്ടീഷൻ ഫാൾസ് ആയാൽ എക്സ്പ്രഷൻ റിസൾട്ട് എന്താവും? വാല്യൂ 2 ആവും. നോക്കുക, എക്സാമ്പിൾ VAR ഓട്ടബിൾ. ഒരാൾ ഓട്ടബിൾ ആണെന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ ഉണ്ടാക്കി. കണ്ടീഷൻ ഏജ് ലെസ് ദാൻ 18. ഏതെങ്കിലും സമയത്ത് ഏജിൻ്റെ എന്ന വേരിയബിളിൽ വാല്യൂ 18 താഴെയാണെന്നുണ്ടെങ്കിൽ എന്ത് മെസ്സേജ് വരണം? നമുക്ക് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് വരണം? 2 എന്ന മെസ്സേജ് വരും. അല്ലെങ്കിൽ എന്ത് വരും? ഓൾഡ് ഇനഫ്, വോട്ട് ചെയ്യാൻ അവകാശം ഉള്ള പ്രായപൂർത്തി എത്തി എന്ന് കാണും. വേറെ എക്സാമ്പിൾ നോക്കാം. ലാർജ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി ക്വസ്റ്റ്യൻ മാർക്ക് എ കോളൻ ബി. എയുടെ വാല്യൂ ബിയേക്കാളും വലുതാണെങ്കിൽ ലാർജ് ഏതാണ്? എ ആണ്. അല്ലെങ്കിൽ ഏതാണ്? ലാർജ് ബി ആണ്. ഓക്കെ, അതിന് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വാല്യൂ 1, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ വാല്യൂ 2. Next, string operators. The plus operator can used to add strings
രണ്ട് സ്ട്രിങ്സ് തമ്മിൽ കൂട്ടാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. അതിനെ നമ്മൾ പറയുന്നതാണ് കൺകാറ്റനേറ്റ് ചെയ്യാന്ന് പറയും. കൺകാറ്റനേഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ കൺകാറ്റനേറ്റ് ടു സ്ട്രിങ്സ്. രണ്ട് സ്ട്രിങ് തമ്മിൽ ഒന്നിൻ്റെ അവസാനം മറ്റേത് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കൺകാറ്റനേറ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്ലസ് സൈൻ ഉപയോഗിക്കാം. ഇവിടെ നോക്കുക, TXT1 അനിലുണ്ട്, TXT2 കുമാറുണ്ട്, TXT3 നമ്മൾ എന്ത് എഴുതി? TXT1 പ്ലസ് ഒരു സ്പേസ് ഇട്ട് ഡബിൾ കോട്ടിനകത്ത് പ്ലസ് TXT2 എഴുതി. അതുകൊണ്ടാണ് അനിലും അതിൻ്റെ കൂടെ എന്താണ് സ്പേസും കൂട്ടിച്ചേർത്ത് അതിനോട് എന്ത് കുമാർ കിട്ടും. അതുകൊണ്ടാണ് അനിൽ സ്പേസ് കുമാർ എന്ന് പറഞ്ഞത്. TXT1 TXT2 കൂടെ മാത്രം നമ്മൾ പ്ലസ് ചെയ്തായിരുന്നെങ്കിൽ എന്ത് വന്നേനെ? അനിൽ കുമാർ വിത്തൗട്ട് സ്പേസ് വന്നേനെ. ആഡിങ് സ്ട്രിങ്സ് ആൻഡ് നമ്പേഴ്സ്. നമുക്കൊരു സ്ട്രിങ്ങിൻ്റെ കൂടെ നമ്പറും ആഡ് ചെയ്യാം പ്ലസ് ഓപ്പറേറ്റർ വെച്ച്. എന്നാൽ മിക്സഡ് ഓപ്പറേഷൻ ഡാറ്റ ടൈപ്സ് നമ്മൾ ആഡ് ചെയ്യാം. X ഈസ് ഈക്വൽ ടു 5+5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഉത്തരം കിട്ടും? 10 എന്ന് കിട്ടും. Y ഈക്വൽ ടു 5+5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? അത് 55 എന്നേ വരുള്ളൂ, കാരണം ഒരെണ്ണം സ്ട്രിങ് ആണ്. അടുത്ത ഹലോ +5 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഹലോ 5 എന്നായിരിക്കും കാണിക്കുന്നത്. നെക്സ്റ്റ് ഡേറ്റ ടൈപ്സ്. അന്നേരം നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ സ്റ്റോർ ചെയ്യാം, അതിൻ്റെ ടൈപ്പുകളാണ് നമുക്ക്. JavaScript variables can hold numbers, string, booleans, arrays, comma, objects, etc. Example, var length equal to 16 എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്നുള്ള വേരിയബിൾ ഏത് ടൈപ്പാണ്? നമ്പർ വേരിയബിൾ. ലാസ്റ്റ് ടൈം ഈക്വൽ ടു ഡബിൾ കോട്ടിനകത്ത് ജോൺ എന്താണ്? സ്ട്രിങ് ടൈപ്പ്. അടുത്ത VARX ഫസ്റ്റ് നെയിം കോളൻ ടോം കോമ ലാസ്റ്റ് നെയിം കോളൻ ജോസ്. VAR എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റ് ടൈപ്പാണ്. അടുത്ത X ഈക്വൽ ടു Y എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പായിരിക്കും ഉണ്ടാകുന്നത്? ബൂളിയൻ ടൈപ്പായിരിക്കും ഉണ്ടാകുന്നത്. അടുത്ത VAR കാർ ബ്രാക്കറ്റിൽ 3 കാറുകളുടെ ടൈപ്പ് പറയുന്നുണ്ട്. അതെന്ത് ടൈപ്പായിരിക്കും? അറേ ടൈപ്പായിരിക്കും. അറേ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഗ്രൂപ്പ് ഓഫ് കണ്ടിന്യൂസ് സെയിം ടൈപ്പ് എലമെൻസിന് നമുക്ക് എന്തെന്ന് പറയും? അറേസ് എന്ന് പറയും. ഓക്കെ, അന്നേരം കാർസിനകത്ത് 3 ലൊക്കേഷനുണ്ട്. ഇൻഡെക്സ് ലൊക്കേഷൻസ് 3 ലൊക്കേഷനിലുള്ള എലമെൻറ്റ് നമുക്ക് ഫെച്ച് ചെയ്ത്. അതായത് ഗ്രൂപ്പ് ഐറ്റത്തിന് നമുക്ക് പറയുന്ന വേറെ രീതിയിൽ പറയാവുന്ന പേരാണെന്തെന്ന് പറയുന്നത് അറേസ്. അത് നമ്മൾ നമ്പർ നോക്കി, സ്ട്രിങ് നോക്കി, ബൂളിയൻ നോക്കി, ഒബ്ജക്റ്റ് നോക്കി, അറേ നോക്കി. നെക്സ്റ്റ് ഡാറ്റ ടൈപ്പ് കൺവേർഷൻ. ഒരു ടൈപ്പിൽ നിന്നും വേറൊരു ടൈപ്പിലോട്ട് നമുക്ക് എങ്ങനെ ഡേറ്റയെ കൺവേർട്ട് ചെയ്യാം? കൺവേർട്ടിംഗ് നമ്പേഴ്സ് ടു സ്ട്രിങ്. നമുക്ക് ന്യൂമറിക് ടൈപ്പ് ഇൻഫർമേഷനെ സ്ട്രിങ് ടൈപ്പ് ഇൻഫർമേഷൻ ആക്കി മാറ്റണം. അതിനുവേണ്ടി ഗ്ലോബൽ ഫംഗ്ഷനായ സ്ട്രിങ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഉണ്ടോ? സ്ട്രിങ് വിത്തിൻ ബ്രാക്കറ്റിൽ എക്സ് റിട്ടേൺസ് എ സ്ട്രിങ് ഫ്രം എ നമ്പർ വേരിയബിൾ എക്സ്. എക്സ് എന്ന് പറഞ്ഞ നമ്പർ വേരിയബിളിനെ സ്ട്രിങ് ആക്കി മാറ്റിത്തരും. അടുത്ത സ്ട്രിങ്ങിൻ്റെ ബാക്കറ്റ് ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുകയെന്ന് വെച്ചു. 123 എന്ന് കൊടുത്താൽ ഡബിൾ കോട്ടിലുള്ള 123യോ സിംഗിൾ കോട്ടിലുള്ള 123 ആക്കി ആയിരിക്കും റിട്ടേൺ ചെയ്തു വരുന്നത്. ഇനി എക്സ് എന്നുള്ള വേരിയബിളിനെ നമുക്ക് സ്ട്രിങ് ആക്കി മാറ്റാൻ വേണ്ടി ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. എക്സ് ഡോട്ട് ടു സ്ട്രിങ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ത് ടൈപ്പ് ആയിരിക്കും? സ്ട്രിങ് ടൈപ്പ് ആയിരിക്കും. കൺവേർട്ടിംഗ് സ്ട്രിങ് ടു നമ്പേഴ്സ് നേരെ തിരിച്ചുള്ളത്. അതിനുവേണ്ടി എന്താണ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്? നമ്പർ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കും. ഇപ്പം നമ്പർ ബ്രാക്കറ്റ് സ്ട്രിങ് 3.14 എന്ന് കൊടുത്താൽ 3.14 എന്നാക്കി നമുക്ക് ന്യൂമറിക് വാല്യൂ ആക്കി കിട്ടും. ഓക്കെ, എക്സാമ്പിളായിട്ട് നമ്പർ 99 സ്പേസ് 88 എന്നിട്ടാൽ സ്പേസ് ഉണ്ടാണ്ട് നമ്പർ അല്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ എന്താണ് റിട്ടേൺ ചെയ്യുന്ന ഒരിക്കലും നമ്പർ ടൈപ്പ് ആയിരിക്കില്ല. എന്ത് ടൈപ്പ് ആയിരിക്കും? NaN ടൈപ്പാണ്. ജാവാസ്ക്രിപ്റ്റിൽ NaN എന്നൊരു ടൈപ്പ് വേണമെങ്കിൽ പറയാം. അതാണ് നോട്ട് എ നമ്പർ എന്നുള്ള മീനിങ് ആണ്. NaN മീൻസ് എന്താണ്? നോട്ട് എ നമ്പർ. അങ്ങനെ ഒരു ചെക്കിങ് കണ്ടീഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്. ഓക്കെ, അടുത്ത ആട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻ. തന്നെത്താനെ ടൈപ്പ് മാറും. സ്ട്രിങ് 5ഉം 2ഉം കൂടെ തമ്മിൽ ആഡ് ചെയ്താൽ 52 ആയി മാറും. 2ഉം കൂടെ കൺവേർട്ട് ചെയ്ത് സ്ട്രിങ് ആയി മാറും. സ്ട്രിങ് -2 പ്ലസ് ചെയ്യുമ്പം കൺകാറ്റിനേഷൻ നടക്കും, പക്ഷേ മൈനസ് ചെയ്യുമ്പം കൺകാറ്റിനേഷൻ തൊട്ട്
അരത്തമെറ്റിക് ഓപ്പറേഷൻ ആയിരിക്കും നടക്കുന്നത്, അതുകൊണ്ട് കൺകാറ്റിനേറ്റ് ചെയ്യപ്പെടത്തില്ല, അതിനെ അറിയാത്തൊരു ഓപ്പറേറ്ററാണ്. അതുകൊണ്ട് തന്നെ അരത്തമെറ്റിക് സബ്സ്ട്രാക്ഷൻ തന്നെ നടക്കും. നമുക്ക് എന്ത് കിട്ടും? 3 എന്നായിരിക്കും ഉത്തരം കിട്ടുന്നത്. ഇനി 2 സ്ട്രിങ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാൻ പറഞ്ഞാലും അതിന് മൾട്ടിപ്ലിക്കേഷൻ അരത്തമെറ്റിക് മൾട്ടിപ്ലിക്കേഷനെ സംഭവിക്കുള്ളൂ. എങ്ങനെയാണെങ്കിലും ഇത് ന്യൂമറിക്കിൻ്റെ കൂട്ടുള്ള സ്ട്രിങ് വാല്യൂസ് ആണെങ്കിൽ, അതിന് 5ഉം 2ഉം 2 സ്ട്രിങ് ആണെങ്കിലും സ്റ്റാർ ഇട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് ഉത്തരമായിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കറക്റ്റ് ചെയ്യുന്ന മെത്തഡോളജിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ പല ടൈപ്പിൽ നിന്ന് കൺവേർട്ട്, ഡേറ്റ് ടൈപ്പിൽ നിന്നും സ്ട്രിങ്ങിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ബൂളിയൻ ടൈപ്പിലോട്ട് മാറ്റാം. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ റെഫർ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അടുത്തത് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന പോർഷനിലോട്ടാണ് കടക്കുന്നത്. എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്? നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്കുകളിലെല്ലാം തന്നെ 10 സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ ആ 10 സ്റ്റേറ്റ്മെൻറ്റുകളും സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആ സീക്വൻഷ്യൽ ഓർഡർ വർക്ക് ചെയ്യുന്നതിന് വ്യത്യസ്തമായി എന്തെങ്കിലും കണ്ടീഷന് വിധേയമായി പല പല വഴികളിലൂടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബ്രാഞ്ചിങ് നടക്കണം, റിപ്പീറ്റീവായിട്ട് നടക്കണം. അങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ദ ഹെൽപ്പ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷന് വിധേയമായിട്ട് ഏത് സെറ്റൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ വേറൊരു സെറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ആ രീതിയിലൊക്കെ പക്ഷെ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ടെർണറി ഓപ്പറേറ്ററൊക്കെ ഉപയോഗിച്ചും പഠിച്ച രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ്. യൂസ് ഈഫ് ടു സ്പെസിഫൈ എ ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് എ സ്പെസിഫൈഡ് കണ്ടീഷൻ ഈസ് ട്രൂ. ഈഫിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈഫിൻ്റെ പാർട്ടായിട്ട് വരുന്ന ബോഡി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇനി അടുത്തത്, ഈഫിൻ എൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെയാണോ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് അന്നേരം എൽസിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് കോഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. കാരണം കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് പാർട്ട് ഓഫ് ദ ഈഫ് വർക്ക് ചെയ്യും, എൽസ് ആണെങ്കിൽ അല്ലെങ്കിൽ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ബ്ലോക്ക് പാർട്ട് ഓഫ് ദ എൽസ് വർക്ക് ചെയ്യും. എൽസ് ഇഫ് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഏതെങ്കിലും അവസ്ഥയിൽ ഫസ്റ്റ് ഈഫ് കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ സെക്കൻഡ് എൽസിലോട്ട് വരുമ്പോൾ വീണ്ടും ഈഫ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കാം. യൂസ് എൽസ് ഇഫ് ടു സ്പെസിഫൈ ന്യൂ കണ്ടീഷൻസ് ടു ടെസ്റ്റ് ഇഫ് ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഫാൾസ്. സെക്കൻഡ് കണ്ടീഷനും ഫാൾസ് ആയിട്ട് പിന്നെ ചെക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും എൽസ് ഇഫ് എഴുതാം. എൻ്റെ സിൻടാക്സ് നോക്കുക. ഈഫ് കണ്ടീഷൻ ആണെങ്കിൽ എന്ത് പറഞ്ഞു? ബ്ലോക്ക് ഓഫ് കോഡ് ടു എക്സിക്യൂട്ട് ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ബ്രേസസിനുള്ളിൽ കൊടുക്കാം. എൽസ് കഴിഞ്ഞും ബ്ലോക്ക് ഓഫ് കോഡ് ആക്കാൻ വേണ്ടി സ്റ്റാർട്ടിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ഏജ് ലെസ് ദാൻ 18, വയസ്സ് ഏജ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേരിയബിൾ ഏജ് 18 താഴെയാണെങ്കിൽ നമ്മൾ ഇമെയിൽ ഉണ്ടാക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കുകയാണെന്ന് വെച്ചോ. അന്നേരം ഇമെയിൽ ഈക്വൽ ടു അലോസ്, ഇമെയിൽ ഉണ്ടാക്കാൻ വേണ്ടി പെർമിഷൻ അലോ ചെയ്യുന്നു. വയസ്സ് 18 കൂടുതലാണെങ്കിൽ നമ്മൾ അലോ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല, നമ്മളിങ്ങനെയാണ് എക്സാമ്പിൾ എഴുതി വെച്ചത്. നമുക്ക് എന്ത് കണ്ടീഷൻ പറയുന്നത് അതേപോലെ വർക്കുള്ളൂ. ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന മിസ്റ്റേക്സുകളെയാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തെന്ന് പറയുന്നത്? ലോജിക്കൽ മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ഇത് ഇൻ്റർപ്രറ്ററെയോ കമ്പൈലറെയോ സംബന്ധിച്ചോളം ഇതിന് യാതൊരു എററുമില്ല. പക്ഷേ നമ്മൾ ലോജിക്കലി എഴുതിയപ്പം മിസ്റ്റേക്ക് പറ്റിയാണ്. നമ്മൾ ഉദ്ദേശിച്ച ചിലപ്പം 18 വയസ്സിന് മേളിലാണെങ്കിൽ അലോ ചെയ്യാം, 18 വയസ്സിന് താഴെയാണെങ്കിൽ അലോ ചെയ്യേണ്ടെന്നായിരിക്കും. പക്ഷേ നമ്മൾ എഴുതിയപ്പോൾ എന്ത് ഓപ്പറേറ്റർ ഉപയോഗിച്ച് പോയി? ലെസ് ദാൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച്. ഓക്കെ, ഇത് ലോജിക്കൽ മിസ്റ്റേക്സ് ആണ്. ഇത് റൺ ടൈം എറർ ഒന്നും കാണിക്കത്തില്ല. ഈ ലോജിക്സ് പ്രോഗ്രാമർ റെസ്പോൺസിബിൾ ഇങ്ങനെയുള്ള എററുകൾ ഉണ്ടെങ്കിൽ തിരുത്തേണ്ടത്. അടുത്ത എൽസ് ഇഫിൻ്റെ യൂസ് നോക്കാം. നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ. ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 80 ആണെങ്കിൽ നമ്മൾ ഗ്രീറ്റിംഗ് എന്നുള്ള വേരിയബിൾ എ ഗ്രേഡ് എന്ന് കൊടുത്തു. എൽസ് ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 60 ആണെങ്കിൽ ഗ്രീറ്റിംഗ് എന്നുള്ള വേരിയബിൾ എന്ത് പറഞ്ഞു? ബി ഗ്രേഡ് പറഞ്ഞു. അന്നേരം ഏതെങ്കിലും സമയത്ത് മാർക്ക് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ 80 കൂടുതലാണെങ്കിൽ എ ഗ്രേഡ് വരും, പിന്നെ നേരെ ഈഫിൽ നിന്ന് പുറത്തിറങ്ങും. അല്ലെങ്കിൽ എൽസ് ഇഫ് വർക്ക് ചെയ്യും. എന്താണ്? മാർക്ക് ഗ്രേറ്റർ ദാൻ 60 ആണ് എന്ന് പറഞ്ഞാൽ 60 തൊട്ട് 79 വരെയുള്ള റേഞ്ചിലാണെങ്കിൽ ബി ഗ്രേഡ്, 80 കൂടുതലും അല്ല 60ലും കൂടുതലും അല്ലെങ്കിൽ 60 കൂടുതലും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ബിലോ 60 ആണെങ്കിൽ എന്ത് കാണിക്കും? സി ഗ്രേഡ് എന്ന് കാണിക്കും. ക്ലിയർ?
നെക്സ്റ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. യൂസ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടു സെലക്ട് വൺ ഓഫ് ദ മെനി കോഡ് ബ്ലോക്സ് ടു ബി എക്സിക്യൂട്ടഡ്. കുറേ ഗ്രൂപ്പ് ഓഫ് സെറ്റിൽ നിന്നും നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരെണ്ണം അല്ലെ കണ്ടീഷന് വിധേയമായി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരെണ്ണം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാം? സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. മൾട്ടിപ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂട്ട് വർക്ക് ചെയ്യാം. സിൻടാക്സ് നോക്കാം. സ്വിച്ച് എക്സ്പ്രഷൻ കേസ് എക്സ് ആണെങ്കിൽ എപ്പോഴെങ്കിലും എക്സ്പ്രഷൻ്റെ വാല്യൂ എക്സ് ആണെങ്കിൽ അതിൻ്റെ കൂടെ പറഞ്ഞേക്കുന്ന കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, ബ്രേക്ക് ചെയ്യും. അല്ലെങ്കിൽ എക്സ്പ്രഷൻ്റെ അല്ലെങ്കിൽ ഉടനെ താഴോട്ട് വരും. കേസിൻ്റെ വാല്യൂ വൈ ആണെങ്കിൽ അതിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ട് കോഡ് ബ്ലോക്ക് വർക്ക് ചെയ്യും, ബ്രേക്ക് ചെയ്യും. കേസ് എക്സും എക്സ്പ്രഷൻ്റെ വാല്യൂ എക്സും അല്ലായിരുന്നു വൈയും അല്ലായിരുന്നെങ്കിൽ എന്ത് വർക്ക് ചെയ്യും? ഡീഫാൾട്ട് വർക്ക് ചെയ്യും. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ്. ദ സ്വിച്ച് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ഓൺലി വൺസ്. എക്സ്പ്രഷൻ ഒരു തവണ മാത്രമേ ചെയ്യുള്ളൂ. ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ ഈസ് കമ്പയർഡ് വിത്ത് ദ വാല്യൂ ഓഫ് ഈച്ച് കേസ്. മനസ്സിലായില്ലേ? ഓരോ കേസുമായിട്ടും ഫിസിക്കൽ കേസുമായിട്ട് താഴോട്ട് 1, 2, 3 ഓർഡറിൽ അത് വാച്ച് ചെയ്ത് വേണ്ടി പോകും. ഏതെങ്കിലും കേസ് ഇഫ് ദർ ഈസ് എ മാച്ച് അസോസിയേറ്റഡ് ബ്ലോക്ക് കോഡ് ഈസ് എക്സിക്യൂട്ട്. ഏതെങ്കിലും ഒരു കേസ് മാച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് വർക്ക് ചെയ്യും, എന്നിട്ട് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യും. ഇഫ് ദർ ഈസ് നോ മാച്ച് ദ ഡീഫാൾട്ട് കോഡ് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്. ഒരു കേസും മാച്ച് ചെയ്തില്ലെങ്കിൽ മാത്രമേ ഏത് വർക്ക് ചെയ്യുള്ളൂ? ഡീഫാൾട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. കണ്ടില്ലേ? സിമ്പിൾ എക്സാമ്പിളാണ്. നമുക്ക് സ്വിച്ച് ന്യൂ ഡേറ്റ് ഡോട്ട് ഗെറ്റ് ഡേ, കറണ്ട് ഡേറ്റ് എടുത്തിട്ട് അതിനകത്ത് നിന്ന് ഡേറ്റ് ഇന്നത്തെ ഡേ എടുക്കാനുള്ള ഫംഗ്ഷനാണ് ഗെറ്റ് ഡേ ഫംഗ്ഷൻ. അത് റിട്ടേൺ ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ ഒരു ഡേ വാല്യൂ ആയിരിക്കും. ഡേ വാല്യൂ എന്ന് പറഞ്ഞാൽ സൺഡേക്ക് ആങ്ക് 0, മൺഡേക്ക് ആങ്ക് 1 ആ ഓർഡർ റിട്ടേൺ ചെയ്യും. അന്നേരം ഡേറ്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? കറണ്ട് ഡേറ്റ് എടുത്തിരും, ഇന്നത്തെ സിസ്റ്റം ഡേറ്റ് എടുത്തിട്ട് ഡേറ്റ് എടുക്കും. അതിൻ്റെ ഡേ വാല്യൂൻ്റെ ന്യൂമറിക് വാല്യൂ എടുക്കാൻ വേണ്ടിയാണ് ഗെറ്റ് ഡേ ഉപയോഗിക്കും. അന്നേരം കേസിൻ്റെ വാല്യൂ എപ്പോഴും എക്സാമ്പിളായിട്ട് ഇന്ന് സൺഡേ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഗെറ്റ് ഡേ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും? 0 റിട്ടേൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഡേ എന്ന് പറഞ്ഞ സൺഡേ ആക്കും, ബ്രേക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക, പ്രോഗ്രാമിൽ ബാക്കി ചെക്ക് ചെയ്യാനൊക്കെ പോകാം. അങ്ങനെ ഓരോരോ കേസ് ചെക്ക് ചെയ്യും. 0 ആണെങ്കിൽ സൺഡേ, 1 ആണെങ്കിൽ മൺഡേ, അപ് ടു കേസ് 6 ആണെങ്കിൽ സാറ്റർഡേ. ഇതൊന്നും അല്ലെങ്കിൽ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ ഒന്നും അല്ലെങ്കിൽ ഒരു ഉത്തരവും നമുക്ക് കിട്ടത്തില്ല. ഇവിടെ ഗെറ്റ് ഡേ ഒരു കാരണവശാലും 0 to 6 അല്ല, ഒന്നും റിട്ടേൺ ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇതൊന്നും അല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഡീഫാൾട്ട് നമ്മൾ എഴുതാതിരുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം നോക്കുക. വെൻ ജാവാസ്ക്രിപ്റ്റ് റീച്ചസ് എ ബ്രേക്ക് കീവേഡ് ഇറ്റ് ബ്രേക്സ് ഔട്ട് ഓഫ് ദ സ്വിച്ച് ബ്ലോക്ക്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ഗെറ്റ് ഡേ റിട്ടേൺ ചെയ്യുന്ന 2 ആണെന്ന് വിചാരിക്കുമോ. 0 ചെക്ക് ചെയ്യും, മാച്ച് ചെയ്തില്ല. 1 ചെക്ക് ചെയ്യും, മാച്ച് ചെയ്തില്ല. 2 ആകുമ്പോൾ എന്ത് ചെയ്യും? ട്യൂസ്ഡേ എന്ന് സെറ്റ് ചെയ്യും. ബ്രേക്ക് ചെയ്താൽ ലാസ്റ്റ് ആയിട്ടുള്ള ബ്രേസിനും പുറത്ത് വരും. ദിസ് വിൽ സ്റ്റോപ്പ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ഇൻസൈഡ് ദ ബ്ലോക്ക്. അതിൻ്റെ അകത്തുനിന്നും പുറത്ത് ചാടി സ്വിച്ചിൽ നിന്നും പുറത്തോട്ട് ജമ്പ് ചെയ്യും. എക്സിറ്റ് ഫ്രം ദ സ്വിച്ച്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ബ്രേക്ക് ദ ലാസ്റ്റ് കേസ് ഇൻ എ സ്വിച്ച് ബ്ലോക്ക്. അവസാനം നമ്മൾ ബ്രേക്ക് കൊടുത്തില്ല, കാരണം വേറെ അങ്ങോട്ടും പോകാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? അത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്തുകൊള്ളും. അടുത്ത ഡീഫാൾട്ടിൻ്റെ ഉപയോഗം പഠിക്കാനാണ്. ഡീഫാൾട്ട് എപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ? ഒരു കേസും മാച്ച് ചെയ്തില്ലെങ്കിൽ മാത്രമേ ഡീഫാൾട്ട് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ പഠിച്ചു. ഇവിടെ നോക്കാം. സ്വിച്ച് നേരത്തെ കൂട്ട് തന്നെ ഡേറ്റ് ഡോട്ട് ഗെറ്റ് ഡേ. നമ്മൾ 6 ചെക്ക് ചെയ്യുന്നുണ്ട്, സാറ്റർഡേ ആണെന്ന് കാണിക്കും, ആണെങ്കിൽ ബ്രേക്ക് ചെയ്യും. 0 ചെക്ക് ചെയ്യുന്നുണ്ട്, സൺഡേ ആണെന്ന് കാണിക്കും, ഹോളിഡേ ആണെന്ന്, സൺഡേ ഹോളിഡേ ആണെങ്കിൽ 6ഉം 0ഉം ചെക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത്. 6ഉം 0ഉം അല്ലെങ്കിൽ നമ്മളെന്ത് പറഞ്ഞേക്കാണ്? അതൊരു വർക്കിംഗ് ഡേ ആണ്. അന്നേരം ഇത് രണ്ടും അല്ലെങ്കിൽ ബാക്കിയെല്ലാം ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി എല്ലാത്തിനും 1, 2, 3, 4, 5 നമ്മൾ വർക്കിംഗ് ഡേ എഴുതേണ്ട കാര്യമില്ല. 6ഉം 0 അല്ലെങ്കിൽ എന്താണ്? ഡീഫാൾട്ടോട് പറഞ്ഞ് ഇത് രണ്ടും മാച്ച് ചെയ്തില്ലെങ്കിൽ എവിടെ പോവും? ഡീഫാൾട്ടിൽ പോവും. എന്ത് കിട്ടും? വർക്കിംഗ് ഡേ എന്നുള്ള മെസ്സേജ് ആയിരിക്കും ടെക്സ്റ്റ് എന്നുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ടെക്സ്റ്റ് നമ്മൾ പ്രോസസ് ചെയ്യുകയോ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ ഡീഫാൾട്ട് എപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ? കൊടുക്കുന്ന ഒരു കേസും മാച്ച് ചെയ്തില്ലെങ്കിൽ മാത്രമേ ഡീഫാൾട്ട് വർക്ക് ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഗോ ടു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ലൂപ്പ് ഉപയോഗിക്കുന്നത്. റിപ്പീറ്റീവായിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ലൂപ്പ്സ് ഉപയോഗിക്കാം. അതിനകത്ത് വരുന്ന ഒരെണ്ണമാണ് ഫോർ ലൂപ്പ്.
ലൂപ്സ് ക്യാൻ എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് എ നമ്പർ ഓഫ് ടൈംസ്. കുറേ നമ്പർ ഓഫ് ടൈംസ് സെയിം പീസ് ഓഫ് കോഡ്, ബ്ലോക്ക് ഓഫ് കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ലൂപ്സ് ഉപയോഗിക്കാം. ഇനി ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ് നോക്കാം. ഇവിടെ ഫോർ ലൂപ്പാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1 സെമി കോളൻ, സ്റ്റേറ്റ്മെൻറ്റ് 2 സെമി കോളൻ, സ്റ്റേറ്റ്മെൻറ്റ് 3 ബ്രേസ് സ്റ്റാർട്ട് ചെയ്യുന്നു, കോഡ് ബ്ലോക്ക് ടു ബി എക്സിക്യൂട്ടഡ്, ബ്രേസ് ക്ലോസ്. ദിസ് ഈസ് ദ ജനറൽ സിൻറ്റാക്സ്. ഓരോന്നിൻ്റെ ഉപയോഗം നോക്കാം. ഫോർ എഴുതണം, ഓപ്പണിംഗ് ബ്രാക്കറ്റ് എഴുതണം. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് എക്സിക്യൂട്ടഡ് 1 ടൈം അല്ലെങ്കിൽ ഓൺലി വൺസ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ കോഡ് ബ്ലോക്ക്. ഒരു ഫോർ ലൂപ്പിൽ കയറിയാൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ്. ഒരു തവണയെ ചെയ്യുള്ളൂ. എപ്പം ചെയ്തിരിക്കും? കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് 2 ഡിഫൈൻസ് ദ കണ്ടീഷൻ ഫോർ എക്സിക്യൂട്ടിംഗ് ദ കോഡ് ബ്ലോക്ക്. 1 കഴിഞ്ഞാൽ നേരെ 2 വരും. 2 എത്തിക്കഴിഞ്ഞാൽ 2 ആണ് തീരുമാനിക്കുന്നത് കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടതെന്ന്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വാല്യൂ ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പ് ലോകത്തോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഫസ്റ്റ് ടൈം വരുമ്പം തന്നെ ഫാൾസ് ആണെങ്കിൽ ലൂപ്പ് എക്സിറ്റ് ചെയ്തങ്ങ് പോകും. ഫസ്റ്റ് ടൈം ട്രൂ ആണെങ്കിൽ കോഡ് ബ്ലോക്കിലോട്ട് വരും. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 3 അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യും. ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ കോഡ് ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ് 3 വിൽ ബി എക്സിക്യൂട്ടഡ് എവരി ടൈം. ഓരോ സമയത്തും കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്താൽ സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ എങ്ങോട്ട് തിരിച്ചു വരും? സ്റ്റേറ്റ്മെൻറ്റ് 2 തന്നെ വരും. കണ്ടീഷൻ ട്രൂ ആണോ നോക്കും. സെക്കൻഡ് ടൈം വരുമ്പോഴും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും കോഡ് ബ്ലോക്കിൽ പോകും, സ്റ്റേറ്റ്മെൻറ്റ് 3 പോകും. എപ്പം സ്റ്റോപ്പ് ചെയ്യും? സ്റ്റേറ്റ്മെൻറ്റ് 2ൻ്റെ കണ്ടീഷൻ ഫാൾസ് ആകുമ്പോഴായിരിക്കും ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ഫോർ i = 0, i less than 5, i ++. ടെക്സ്റ്റ് പ്ലസ് ഓർ ഈക്വൽ ടു നമ്പർ ഈസ് പ്ലസ് i HTML-ൻ്റെ BR എന്നുള്ള ബ്രേക്ക് ലൈൻ, ന്യൂ ലൈനിൽ പോകാനുള്ള നമ്മൾ ഡബിൾ കോട്ട്സ് കൊടുത്തു. നമുക്ക് നോക്കാം ഉത്തരം എന്തായിരിക്കും കിട്ടുന്നതെന്ന്. ഈ സ്ക്രീനിൽ കണ്ടായിരിക്കും ഉത്തരമായിട്ട് കിട്ടുന്നത്. എന്താണ്? ഫോർ i = 0, ഐയുടെ വാല്യൂ 0യിൽ തുടങ്ങും, ഒരു പ്രാവശ്യം ചെയ്യുള്ളൂ. i less than 5, കണ്ടീഷൻ ഈസ് ട്രൂ. ടെക്സ്റ്റ് എന്നുള്ള വേരിയബിൾ ആദ്യം എം ടി ആണ്. എന്നിട്ട് ടെക്സ്റ്റ് പ്ലസ് ഈക്വൽ ടു നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പറഞ്ഞു? നമ്പർ ഈസ് 0 എന്ന് എഴുതി അടുത്ത ലൈനിൽ പോകാൻ പറഞ്ഞു. എന്നിട്ടും ടെക്സ്റ്റിനകത്ത് ഇപ്പോൾ എന്തുകൊണ്ട്? നമ്പർ ഈസ് 0, ന്യൂ ലൈൻ, പുതിയ ലൈൻ വന്നു. വീണ്ടും i++ ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 1 കൂടും, ഐയുടെ വാല്യൂ 1 ആകും. വീണ്ടും ചെക്ക് ചെയ്യും, i less than 5 ആണ് ചെക്ക് ചെയ്യും. എന്നിട്ട് എന്താണ്? കറണ്ട് വാല്യൂ 5 ഈസ് 1 less than 5, കണ്ടീഷൻ ട്രൂ. വീണ്ടും ടെക്സ്റ്റ് പ്ലസ് ഈക്വൽ ടു, ടെക്സ്റ്റിൽ ഇപ്പോൾ ആൾറെഡി എന്തുണ്ട്? ഫസ്റ്റ് ലൈൻ ഉണ്ട്, നമ്പർ ഈസ് 0 എന്നുണ്ട്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? നമ്പർ ഈസ് 1 എന്ന് കൂട്ടും, നമ്പർ ഈസ് 2 എന്ന് കൂട്ടും, നമ്പർ ഈസ് 3 എന്ന് കൂട്ടും, നമ്പർ ഈസ് 4 എന്ന് കൂട്ടും. ഐയുടെ വാല്യൂ 5 എത്തുമ്പം ലൂപ്പിൽ നിന്നും പുറത്തിറങ്ങും. നമ്മൾ ടെക്സ്റ്റ് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് ഞാൻ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ 5 പ്രാവശ്യം ചെയ്യും. ഐയുടെ വാല്യൂ 0 തൊട്ട് ഐയുടെ വാല്യൂ 4 ആകുന്നവരെ. ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഐയുടെ വാല്യൂ എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ. അടുത്ത ഫോറിൻ്റെ വേറൊരു രീതിയിൽ ഉപയോഗിക്കുന്നത് ഫോർ ഇൻ ലൂപ്പ്. ജാവാസ്ക്രിപ്റ്റ് ഫോർ ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പ് ത്രൂ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസിലൂടെ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫോർ ഇൻ ലൂപ്പ് ഉപയോഗിക്കുന്നത്. നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. ഇതിനകത്ത് പേഴ്സൺ എന്നൊരു വേരിയബിൾ ഉണ്ട്. പേഴ്സൺ അതെന്ത് എഴുതിയിട്ടുണ്ട്? നെയിം അനിൽ, ജോബ് ടീച്ചർ, ഏജ് 35. അതൊരു ഒബ്ജക്റ്റ് വേരിയബിളാണ്. നെയിം എന്നുള്ള വേരിയബിൾ അതിൻ്റെ കണ്ടൻറ്റ് വാല്യൂ, പ്രോപ്പർട്ടിയുടെ കണ്ടൻറ്റ് വാല്യൂ അനിലാണ്, ജോബ് എന്നുള്ള പ്രോപ്പർട്ടി ടീച്ചറാണ്, ഏജ് എന്നുള്ള 35 ആണ്. നമ്മൾ നോക്കുക, പച്ച കളർ എഴുതി ശ്രദ്ധിച്ചാൽ ഫോർ എക്സ് ഇൻ പേഴ്സൺ, അതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഫോർ എക്സ് ഇൻ പേഴ്സൺ. എക്സ് ഈസ് ആൻ ഓർഡിനറി വേരിയബിൾ. പേഴ്സൻ്റെ ഓരോരോ കണ്ടൻറ്റും എടുക്കും, ഓരോരോ പ്രോപ്പർട്ടീസ്. അന്നേരം ടെക്സ്റ്റ് പ്ലസ് ഈക്വൽ ടു പേഴ്സൺ ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂ ആദ്യം 0 ആയിരിക്കും. എന്ത് ചെയ്യും? പേഴ്സൻ്റെ 0th ലൊക്കേഷനായ നെയിം ആയിരിക്കും അതിനകത്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും? ജോബ് ആഡ് ചെയ്യും. അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും? അയാൾക്കുള്ള ഏജ് ആഡ് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ അനിലും ജോബ് ടീച്ചർ 35 എന്നുള്ളതായിരിക്കും TXTയിലോട്ട് സ്റ്റോർ ചെയ്യപ്പെടും. നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. കണ്ടില്ലേ? അനിൽ ടീച്ചർ 35. അന്നേരം പേഴ്സൺ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലെ ഓരോ വാല്യൂസ് ഫെച്ച് ചെയ്തെടുക്കും. ആദ്യം അനിൽ എടുക്കും, ഫസ്റ്റ് ഫീൽഡിൻ്റെ വാല്യൂ. അടുത്ത ടീച്ചർ എടുക്കും, സെക്കൻഡ് ഫീൽഡിൻ്റെ വാല്യൂ. അടുത്ത ഏജ് എന്നുള്ളത്. ഓക്കെ. നമ്മൾ TXT ആണ് ഇവിടെ ഇന്നർ HTML പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കി അറിയാം. ഗെറ്റ് എലമെൻ്റ് ID ടെക്സ്റ്റ് എന്നുള്ള പാരഗ്രാഫാണ് ടെക്സ്റ്റ്. അതിൻ്റെ ഐഡിയിലോട്ട് ഇന്നർ ചുരുക്കം പാരഗ്രാഫിൻ്റെ മെസ്സേജായിട്ട് എന്ത് വരും? TXT എന്നുള്ള വേരിയബിളിലെ കണ്ടൻറ്റായ അനിൽ ടീച്ചർ 35 എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ. അടുത്ത ഫോർ ഓഫ്. നമ്മൾ ഓർഡിനറി ഫോർ ലൂപ്പ് പഠിച്ചു, ഫോർ ഇന്ന് പഠിച്ചു, ഇനി ഫോർ ഓഫ്. ഫോർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്സ് ത്രൂ ദ വേരിയബിൾസ് ഓഫ് ആൻ ഒബ്ജക്ട്സ്.
ഒരു ഒബ്ജക്റ്റിൻ്റെ വേരിയബിൾ സെറ്റിലൂടെ ഐട്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? ഫോർ ഓഫ് ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കാം. ഉണ്ടോ? കോഴ്സ് എന്ന് പറയുന്ന ഒരു അറേ ഉണ്ട്. അതിനകത്ത് PGDC ഉണ്ട്, കോഴ്സസ് DC ഉണ്ട്, DCS ഉണ്ട്. നമ്മളിവിടെ എഴുതി നോക്കുക, പച്ച കളർ എഴുതിയൊക്കെ ശ്രദ്ധിക്കുക. 4x ഓഫ് കോഴ്സസ്, എക്സിൻ്റെ ഓരോ കണ്ടന്റ്, അറേയിലെ ഓരോ കണ്ടന്റും എടുക്കും. ആദ്യം എന്ത് ചെയ്യും? എക്സിനകത്ത് ആദ്യം ഒന്നുമില്ല, എക്സിൻ്റെ കൂടെ എക്സിനകത്തോട്ട് ഓരോ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും? x+br, ആദ്യം PGDC വരും, പിന്നെ DCA വരും, ഓരോ പ്രാവശ്യം റൈറ്റ് ചെയ്തേക്കാണ്, പിന്നെ DCS വരും. ഔട്ട്പുട്ട് നോക്കാം നമുക്ക്. കണ്ടോ? കോഴ്സ് ലിസ്റ്റ് ഹെഡിങ് 2-ൽ നമ്മൾ കോഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞു, എന്നിട്ട് താഴെ നിന്ന് PGDCA, DCA, DCS. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഡിനറി ഫോർ ലൂപ്പ് ഇപ്പം ചെയ്യാം. പക്ഷേ ഫോറിന് 3 വകഭേദങ്ങളാണ് പഠിച്ചത്. 4, പിന്നെ 4 in 4 ഓഫ്. അടുത്ത് വേറെ 2 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും. 4 വെച്ച് എഴുതാവുന്ന എല്ലാ പ്രോഗ്രാമും വൈൽ വെച്ചും ഡു വൈൽ വെച്ചും എഴുതാൻ പറ്റും. നോക്കാം നമുക്ക്. വൈൽ ലൂപ്പ് ലൂപ്സ് ത്രൂ ദ ബ്ലോക്ക് ഓഫ് കോഡ് ആസ് ലോങ് ആസ് എ സ്പെസിഫിക് കണ്ടീഷൻ ഈസ് ട്രൂ. ഇതാണ് ഫോർ ലൂപ്പിലും പറഞ്ഞ്. സിൻടാക്സ് ശകലം വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫോർ ലൂപ്പിന് 3 പാർട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു കണ്ടീഷനെങ്കിൽ വൈൽ ലൂപ്പിനെ സംബന്ധിച്ചോളം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ലൂപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. ലൂപ്പിൻ്റെ ബോഡി പാർട്ടിന് അവസാനമായിട്ട് എന്ത് എഴുതണം? സ്റ്റേറ്റ്മെൻറ്റ് 3 എഴുതണം. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പ് വിൽ എക്സിക്യൂട്ട് ദ കോഡ് ബ്ലോക്ക് വൺസ് ബിഫോർ ചെക്കിംഗ് ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ. വൈൽ ലൂപ്പ് ആയാലും ഫോർ ലൂപ്പ് ആയാലും ആദ്യം കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദ ലൂപ്പ് അല്ലെങ്കിൽ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുള്ളെങ്കിൽ ഡു വൈലിന് ആ പ്രശ്നമില്ല. ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കണ്ടീഷൻ ട്രൂ ആണോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മിനിമം ഒരു പ്രാവശ്യം കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ഗ്യാരണ്ടി ഉണ്ട്. ഏതിൻ്റെ കേസിൽ? ഡു വൈലിൻ്റെ കേസിൽ. മറ്റ് ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിൽ നിന്നും വ്യത്യസ്തമായി ഡു വൈലിനുള്ള അഡ്വാൻറ്റേജ് ആണ്. മിനിമം വൺസ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ബെറ്റർ യൂസ് ഡു വൈൽ ലൂപ്പ്. അതുകൊണ്ട് വേറെ രീതി പറഞ്ഞാൽ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എൻട്രി കണ്ടീഷൻ ചെക്കിംഗ് ആണെങ്കിൽ ഡു വൈൽ ലൂപ്പ് എന്താണ്? എക്സിറ്റ് കണ്ടീഷൻ ചെക്കിംഗ് ആണ്. എക്സിറ്റ് കണ്ടീഷൻ ചെക്കിംഗ് ആയതുകൊണ്ട് തന്നെ എന്താണ്? മിനിമം ഒരു തവണ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഏതിൻ്റെ കേസിൽ? ഡു വൈൽ ലൂപ്പിൻ്റെ കേസിൽ. എക്സാമ്പിൾസ് നോക്കാം. വൈൽ i less than 10, txt plus equal to number is plus i plus plus. ഐയുടെ വാല്യൂ 0-ൽ തുടങ്ങി ഓരോ തവണയും ചെയ്യും. ഐയുടെ വാല്യൂ 10 ആവുന്നിടത്തോളം കാലം ചെയ്യും. വേറെ നോക്കാം. ഡു വെച്ച് എഴുതാൻ എന്ത് ചെയ്യും? ഡു എഴുതി വൈൽ അവസാനമാണ് എഴുതുന്നത്. കണ്ടില്ലേ? അവിടെയും ബാക്കിയെല്ലാം പറ്റുന്നത്. വൈൽ ലൂപ്പും ഡു വൈൽ എന്ന് പറയുന്നത് ഡു വൈലിനാണെങ്കിൽ കണ്ടീഷൻ അവസാനമാണ് ചെക്ക് ചെയ്യുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഇവൻറ്റ്സ്. അതിനും പല ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജോലി ചെയ്യുക. ഒരു ഫോം ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ യൂസർ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ മൗസ് മൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യണം. ഇതിനെയൊക്കെയാണ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള ഇവൻറ്റ്സിനെ കുറിച്ചാണ് അടുത്ത പഠിക്കുന്നത്. HTML ഇവൻറ്റ്സ് ആർ തിങ്സ് ദാറ്റ് ഹാപ്പൻസ് ടു HTML എലമെൻറ്റ്സ്. HTML എലമെൻറ്റ്സിന് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? HTML എലമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്, ഇവൻറ്റ്സ് ഉപയോഗിക്കുന്നത്. When JavaScript is used in HTML pages, JavaScript can react on these events. HTML events ട്രിഗർ ചെയ്യുമ്പം ജാവാസ്ക്രിപ്റ്റ് എന്തെങ്കിലും ഒരു ജോലി ചെയ്യും. ജാവാസ്ക്രിപ്റ്റിനെ കൊണ്ടാണ് ആ ജോലി നമ്മൾ ചെയ്യിപ്പിച്ച് എടുക്കുന്നത്. An HTML event can be something the browser does or something a user does. ബ്രൗസർ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും ചെയ്യുമ്പോൾ HTML ഇവൻറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് യൂസറിൻ്റെ ആക്ഷൻ വഴിയും HTML ഇവൻറ്റ്സ് ഉണ്ടാവാം. ഈ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇതിനകത്തൊരു ബട്ടൺ ആണ് ഞാൻ ലോഡ് ചെയ്തത്. ബട്ടൺ ഓൺ ക്ലിക്ക് ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്? ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ടെസ്റ്റ് എന്നുള്ള താഴെ എഴുതിയിട്ടുണ്ട്. ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫിൻ്റെ ID ആണ്. തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് PID ടെസ്റ്റ്. അതിന് ആ എലമെൻ്റാണ് നമ്മൾ ഫെച്ച് ചെയ്യുന്നത്. ഗെറ്റ് എലമെൻറ്റ് ബൈ ID പറഞ്ഞ് ടെസ്റ്റിന് അതിൻ്റെ ID വെച്ച് ഫെച്ച് ചെയ്തിട്ട് അതിൻ്റെ ഇന്നർ HTML എന്താക്കാൻ പറഞ്ഞു? ഡേറ്റ് ആക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എപ്പോഴെങ്കിലും അതിൻ്റെ മെസ്സേജാണ് ദ ടൈം ഈസ് എന്നുള്ളതാണ് ബട്ടൻ്റെ ക്യാപ്ഷൻ. ആൻഡ് വെൻ ദ യൂസർ ക്ലിക്സ് ദ ടൈം ഈസ് ബട്ടൺ. ടൈം ഈസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് എന്ത് എഴുതി കാണിക്കണം? കറണ്ട് ടൈം എഴുതി കാണിക്കുക. എവിടെ? ഈ പാരഗ്രാഫിൽ എഴുതി കാണിക്കണം. നോക്കാം. നോർമൽ കേസിൽ ഇങ്ങനെ വരും. ദ ടൈം ഈസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നിൽക്കും, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് സിമ്പിൾ. വെൻ ദ യൂസർ ക്ലിക്സ് എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ഇവൻറ്റ് ട്രിഗർ ചെയ്യും. ട്രിഗർ ചെയ്യുമ്പം ജാവാസ്ക്രിപ്റ്റിനെ കൊണ്ട് ആ ജോലി ചെയ്യിക്കും. എന്താണ്?
പി എന്നുള്ള പാരഗ്രാഫിൽ എന്തെഴുതി വരാൻ പറയും? നമ്മൾ ഡേറ്റ് ഡിസ്പ്ലേ കാണിക്കാൻ പറയും. കണ്ടില്ലേ, തൊട്ട് താഴെ സമയം എഴുതി കാണിച്ചു. ഓക്കെ, എന്നിട്ട് ഇവിടെയാണ് ഇതൊരു യൂസർ ഇവൻ്റാണ്. ഇങ്ങനെ പല ടൈപ്പ് കോമൺ HTML ഇവൻറ്റ്സ് ഉണ്ട്. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കുക, ഓൺ ക്ലിക്ക് നമ്മളിപ്പം പഠിച്ചാണ്. യൂസർ ക്ലിക്സ് ആൻഡ് HTML എലമെൻറ്റ്. നമ്മൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള കോഡാണ് ജസ്റ്റ് മുമ്പ് എഴുതി. അതുപോലെ എന്താണ് ഓൺ ചേഞ്ച് ആൻഡ് HTML എലമെൻറ്റ് ഹാസ് ബീൻ ചേഞ്ച്. ഒരു എലമെൻറ്റിൽ മാറ്റം വരുമ്പോഴാണ് ഏത് ഇവൻറ്റ് ട്രിഗർ ചെയ്യുന്നത്? ഓൺ ചേഞ്ച് ഇവൻറ്റ് ട്രിഗർ ചെയ്യും. അങ്ങനെ മൗസ് ഓവർ ഉണ്ട്. ആ ഇവൻറ്റിൻ്റെ മേളിൽ കൂടെ എലമെൻറ്റിൻ്റെ മേളിൽ കൂടെ മൗസ് നീക്കുമ്പോൾ ഓൺ മൗസ് ഔട്ട്, മൗസ് അവിടെ നിന്ന് മാറ്റുമ്പോൾ ചെയ്യുന്നതാണ് ഓൺ മൗസ് ഔട്ട്. ഓൺ കീ ഡൗൺ, ഒരു ടെക്സ്റ്റ് ബോക്സിലേക്ക് ഒരു കീ ഡൗൺ ആകുമ്പോൾ എന്ത് ചെയ്യണം? ഓൺ ലോഡ്, ബ്രൗസർ ഹാസ് ഫിനിഷ്ഡ് ലോഡിങ് ദ പേജ് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അതൊരു ബ്രൗസർ ഇവൻ്റാണ്. ഈ രീതിയിലൊക്കെയുള്ള HTML എവൻസിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ജാവാസ്ക്രിപ്റ്റ് കോഡിംഗ് ഉപയോഗിക്കാം. അടുത്തത് ഫങ്ഷൻസ്. എന്താണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ? ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് എഴുതുന്ന ഒരു മോഡ്യൂളിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു ഫംഗ്ഷൻ എന്ന് പറയും. എല്ലാ ഫംഗ്ഷനും ഒരു ടാസ്ക് നിർവഹിക്കാനുണ്ടാവും. ഫംഗ്ഷൻ്റെ പേരുണ്ടാവും, ഫംഗ്ഷനിലോട്ട് പാരാമീറ്റേഴ്സ് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഫംഗ്ഷൻ അത് ബോഡി പാർട്ടിൽ നിന്ന് നമുക്ക് കോഡ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടാവും. ഫംഗ്ഷൻ ഒരു വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. എപ്പോഴാണ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്? എപ്പോഴാണോ എവിടെ നിന്നാണോ ഒരു ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്നത് അന്നേരം എന്ത് ചെയ്യും? ആ ഫംഗ്ഷൻ്റെ കോഡ് എക്സിക്യൂട്ട് നമുക്ക് ഉത്തരം തരും. ചുരുക്കി പറഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോഡ്യൂൾ പീസ് ഓഫ് കോഡ് ടു പെർഫോം സം ടാസ്ക്. എ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ് ഡിസൈൻഡ് ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഓക്കെ, JavaScript function is executed when something invokes it or calls. എവിടെ നിന്നെങ്കിലും വിളിക്കുമ്പോഴാണ് ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സിൻടാക്സ് നോക്കാം, നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റിൽ പാരാമീറ്റർ സെറ്റ് 1 2 n നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ബ്രേസിനകത്ത് എന്താണ്? കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. ദ റിട്ടേൺ വാല്യൂ ഈസ് റിട്ടേൺഡ് ബാക്ക് ടു ദ കാളർ. എവിടുന്ന് വിളിക്കുന്നോ അവിടോട്ടാണ് വാല്യൂ റിട്ടേൺ ചെയ്ത് വരുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ഫംഗ്ഷൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടി എന്തുപയോഗിക്കാം? റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ഫങ്ഷൻസ് എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക. റെഡ് കളറിൽ എഴുതിയേക്കുന്നതാണ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ മൈ ആഡ് a, b, ബ്രേസിനുള്ളിൽ റിട്ടേൺ a+b. അന്നേരം മൈ ആഡ് ഫംഗ്ഷൻ്റെ ജോലി എന്താണ്? രണ്ട് പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട്. എയുടെയും ബിയുടെയും വാല്യൂ പാരാമീറ്ററായിട്ട് കിട്ടും. അതിൻ്റെ ഒരു വാല്യൂസ് നമ്മൾ കൂട്ടി കിട്ടുന്ന വാല്യൂ റിട്ടേൺ ചെയ്യാം. അങ്ങനെ രണ്ട് നമ്പർ ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണെന്ന് വിചാരിക്കും. ഓക്കെ, അതിന് എക്സിക്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നമ്മൾ മേളിൽ എഴുതിയിട്ടുണ്ട്, ഹെഡിങ് 2-ൽ എഴുതിയിട്ടുണ്ടോ? ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ടു ആഡ് 2 numbers. ഓക്കെ, അതാണ് ഹെഡിങ്. അടുത്ത സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ എഴുതിയേക്കുന്നത്, സ്ക്രിപ്റ്റിനകത്ത് നോർമൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, അന്നേരം var(x) ഗ്രീൻ കളർ എഴുതിയ ശ്രദ്ധിക്കുക, മൈ ആഡ് അതാണ് കാൾ ചെയ്യാൻ സമയം. 4ഉം 3 എന്നുള്ള രണ്ട് ന്യൂമറിക് ലിറ്ററൽസ് നമ്മൾ പാസ് ചെയ്യണം, കോൺസ്റ്റൻസ് പാസ് ചെയ്യണം. 4ൻ്റെ വാല്യൂ എയിലും പോവും, 3 എന്നുള്ള വാല്യൂ ബിയിലും പോവും. എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടി കിട്ടുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന എവിടെ കൊണ്ട് വെക്കും നമുക്കറിയാം. മൈ ആഡ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എക്സ് എന്നുള്ള വേരിയബിളാണ് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ഡോക്യുമെൻറ്റിലോട്ട് റൈറ്റ് ഉപയോഗിച്ച് എക്സിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. കണ്ടില്ലേ, ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ടു ആഡ് 2 numbers എന്നുള്ള H2 ഹെഡിങ് വന്നു. എന്നിട്ട് 7 ഉത്തരം കൊണ്ട് അതിൻ്റെ താഴെ കാണാം. സൂക്ഷിച്ച് നോക്കുക, 7 കാണുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. അടുത്തത് ഫോം വാലിഡേഷൻ. HTML ഫോം വാലിഡേഷൻ ക്യാൻ ബി ഡൺ ബൈ ജാവാസ്ക്രിപ്റ്റ്. HTML ഫോമിനുണ്ടാകുന്ന ഡാറ്റ എൻട്രി വാലിഡേഷനൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. എക്സാമ്പിളായിട്ട് പേര് എൻട്രി ചെയ്യുന്ന ടെക്സ്റ്റ് ബോക്സ് എംപ്റ്റി ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഏജ് ഒരു റേഞ്ചിനുള്ളിലായിരിക്കണം, ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യപ്പെടണം. ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള വാലിഡേഷൻ മെത്തഡോളജീസ് ചെയ്യാൻ വേണ്ടി ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇത് വാലിഡേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിളാണ് വെച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. റെഡ് കളറിൽ എഴുതിയേക്കുന്നത് ഒരു ഫംഗ്ഷനാണ്, സാധാരണ നേരത്തെ എഴുതിയതിൻ്റെ കൂട്ട് തന്നെ. ഫംഗ്ഷൻ വാലിഡേറ്റ് ഫോം വാലിഡേറ്റ് ചെയ്യാൻ വാലിഡേറ്റ് ഫോം ഫംഗ്ഷൻ var(x) document.forms myforms
എഫ് നെയിം ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാൻ ഡോക്യുമെൻറ്റിൽ നമ്മൾ ഉപയോഗിച്ച് മൈ ഫോമിനകത്തെ എഫ് നെയിം എന്ന പേരിലുള്ള ഒരു HTML എലമെൻ്റ് വാല്യൂ എടുത്ത് എവിടെ കൊണ്ടുവച്ച് എക്സിൽ വെച്ചു. ഓക്കെ, ഇഫ് ദ ഫോം ഫീൽഡ് ഈസ് എഫ് നെയിം ഈസ് എംപ്റ്റി, എപ്പോഴെങ്കിലും ഫോം ഫീൽഡിലുള്ള എഫ് നെയിം എന്ന് പറയുന്ന ഫോം ഫീൽഡിലെ ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ, എഫ് നെയിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നെയിം, ദിസ് ഫംഗ്ഷൻ alerts a message and returns false to prevent the form from being submitted. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എപ്പോഴെങ്കിലും ഡബിൾ കോഡ് ഡബിൾ കോഡ് ഇട്ട് ക്ലോസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ എംപ്റ്റി ആണെങ്കിൽ എന്ത് കാണിച്ചു, ഒരു അലേർട്ട് ബോക്സ് കാണിച്ചു, നെയിം മസ്റ്റ് ബി ഫിൽഡ് ഔട്ട്, റിട്ടേൺസ് ഫാൾസ്. അന്നേരം ഫോം വാലിഡേറ്റ് ഫംഗ്ഷൻ റിട്ടേൺസ് ഫാൾസ് റിട്ടേൺ ചെയ്യും എപ്പോഴാണെങ്കിൽ നമ്മൾ മൈ ഫോമിലുള്ള എഫ് നെയിം എന്നുള്ള HTML എലമെൻറ്റിൻ്റെ വാല്യൂ എംപ്റ്റി ആണെങ്കിൽ. അതെങ്ങനെയാണ് നമ്മൾ ട്രാപ്പ് ചെയ്തേക്കുന്നത്, മേളിൽ നോക്കിയാൽ താഴെ നോക്കിയാൽ മതി. ഫോം നെയിം മൈ ഫോം ആക്ഷൻ, മൈ ഫോമിലെ ചെയ്യാൻ എന്തായാലും സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ആക്ഷൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, ആക്ഷൻ അണ്ടർസ്കോർ പേജ് ഡോട്ട് PHP എന്നുള്ള ഫയൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓൺ സബ്മിറ്റ് റിട്ടേൺ, സബ്മിറ്റ് ചെയ്യുമ്പം റിട്ടേൺ വാലിഡേറ്റ് ഫോം, വാലിഡേറ്റ് ഫോം എന്നുള്ള വാല്യൂവിൻ്റെ വാല്യൂ എപ്പോഴെങ്കിലും ഫാൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് മെസ്സേജ് കാണിക്കും, നെയിം മസ്റ്റ് ബി ഫിൽഡ് ഔട്ട് എന്നുള്ള മെസ്സേജ് കാണിക്കും. ഇതിനകത്ത് രണ്ട് കണ്ടൻ്റാണ് ആകെ കാണിക്കുന്നത്, കാണിച്ചുതരാം. കണ്ടില്ലേ, നെയിം ഉണ്ട്, നെയിം എന്നുള്ളൊരു ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ഉണ്ട്, അത് നെയിം എന്ന് കാണിച്ചിട്ട് നെയിം കോളൻ പറഞ്ഞിട്ട് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് നമ്മൾ ആ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ടെക്സ്റ്റ് നെയിം എന്നുള്ള ആ ടെക്സ്റ്റിൻ്റെ പേര് നമ്മൾ എന്ത് കൊടുത്തു, എഫ് നെയിം എന്ന് പറഞ്ഞാൽ ഈ നെയിം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിൽ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റിൽ എന്തെങ്കിലും എൻ്റർ ചെയ്യുന്ന വാല്യൂ എംപ്റ്റി ആണെങ്കിലാണ് നമ്മളോട് എന്ത് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, ഫാൾസ് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അന്നേരം എപ്പോഴാണ് സംഭവിക്കുന്നത്, സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഫോമിൻ്റെ ആക്ഷൻ സംഭവിക്കുകയും അതിൻ്റെ സബ്മിറ്റ് ചെക്ക് ചെയ്യുകയും ചെയ്യുമ്പം എന്ത് ചെയ്യും, വാലിഡേറ്റ് ഫോം ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. പോസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും എംപ്റ്റി ആയിട്ട് കൊണ്ട് സബ്മിറ്റ് കൊടുത്താൽ എന്ത് മെസ്സേജ് കാണിക്കും, ഇപ്പം കാണിച്ച മെസ്സേജ് കാണിക്കും, എന്താണ്, നെയിം മസ്റ്റ് ബി ഫിൽഡ് ഔട്ട് എന്ന് പറയുന്ന മെസ്സേജ് കാണിക്കും. ക്ലിയർ? ഫോം വാലിഡേഷൻസിലേക്ക് എക്സാമ്പിൾസ് നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അന്നേരം ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ വാലിഡേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്, സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, okay, thank you. Wait for next video.